ഇന്നലെ അവസാനിപ്പിച്ച സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് 37-ാമത്തെ പദ്യം. ഇഹാദിസർഗാത് പ്രഭൃതി നാസ്ത്യുപാദാന കാരണം കിഞ്ചനാപി ക്വചിതപി ഭാതീത്ഥം ബ്രഹ്മ കേവലം. സൃഷ്ടി എന്നാണോ ആരംഭിച്ചത്, സൃഷ്ടി എന്നാണ് ആരംഭിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചമല്ല, ഇതിനു മുൻപ് എത്രയോ സൃഷ്ടികൾ നടന്നു കഴിഞ്ഞു. ആദ്യത്തെ സൃഷ്ടി മുതൽ ഇന്ന് വരെ പ്രപഞ്ച പദാർത്ഥങ്ങൾക്ക് ഒരു ഉപാദാന കാരണം ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭഗവാന്റെ സങ്കല്പം ഈശ്വര സൃഷ്ടി എന്നാണ് ഹിന്ദുക്കൾ കരുതുന്നത്. ഇതര മതസ്ഥരും അങ്ങനെ തന്നെയാണ്. ആദ്യത്തെ 6 ദിവസം കൊണ്ട് ആകാശത്തെയും ഭൂമിയെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. 7-ാമത്തെ ദിവസം അദ്ദേഹം തളർന്നുപോയി. അങ്ങനെ അദ്ദേഹം വിശ്രമിച്ചു. അതുകൊണ്ടാണ് ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിച്ചത്. ഹോളിഡേ, അവധി. ഹോളി എന്നുള്ള വാക്കിന് പവിത്രം, പരിശുദ്ധം എന്നാണ് അർത്ഥം. അവധി എന്നല്ല, അത് അത്യന്തം പവിത്രമായ ഒരു ദിവസമാണ്, പരിശുദ്ധമായ ദിവസമാണ്. കാരണം ഭഗവാൻ വിശ്രമിച്ച ദിവസമാണ്. നമ്മൾ ഹോളിഡേയ്സിലും വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് വിശ്രമം, ഉപശമം, റെസ്റ്റ് ഒരിക്കലും ലഭിക്കുന്നില്ല. മരിക്കുന്ന ക്ഷണം വരെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടങ്ങി ഒരിടത്തിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത്ര കണ്ട് ചഞ്ചലമാണ് നമ്മുടെ മനസ്സ്. മനസ്സിൻ്റെ ചലനമാണ് കർമ്മങ്ങളിൽ നിഴലിക്കുന്നത്. കർമ്മത്തെ പ്രചോദിപ്പിക്കുന്നത് മനസ്സിലെ ചിന്തകളാണ്. സങ്കല്പത്തെ തുടർന്നാണ് ഏതൊരു ജീവിയും അനങ്ങുക പോലും ചെയ്യുന്നത്. എനിക്കിവിടെ നിന്ന് അനങ്ങണം എന്ന് സങ്കല്പിക്കാതെ ഒരു ജീവിക്ക് അനങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദി സർഗം മുതൽ പ്രപഞ്ച സൃഷ്ടിക്ക് ഈശ്വരന് എന്താണ് ഉപാദാന കാരണമായി ഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കിഞ്ചനാപി ക്വചിതപി ഭാതീത്ഥം ബ്രഹ്മ കേവലം. ഈ ലോകത്തിലുള്ള എന്തുമാകട്ടെ, എവിടെയുള്ളതുമാകട്ടെ, ഏത് ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവുമാകട്ടെ, അതെല്ലാം കേവലമായ ബ്രഹ്മമാണ്. ബ്രഹ്മമാണ് നാമരൂപങ്ങളായി പ്രകടമാകുന്നത്. ബ്രഹ്മ ഭിന്നമായി ഒന്നും തന്നെ ഇവിടെ നിന്നല്ല, പ്രപഞ്ചത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും ആർക്കും കണ്ടെത്താൻ പറ്റില്ല. ദൃശ്യമായി കാണുന്നത് ദ്രഷ്ടാവ് തന്നെയാണ്. ഇനി 38-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യച്ചിദാകാശ കചനം സ്വയമാത്മനി ജൃംഭതേ തദിദം ഭാതി തസ്യൈവ ജഗദിത്യുദിതം വപുഃ. ചിദാകാശത്തിൻ്റെ കചനം എന്ന് പറഞ്ഞാൽ തിളക്കം, പ്രകാശം. അത് തന്നെയാണ് പ്രപഞ്ചം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വയം ആത്മനി ജൃംഭതേ. ചിത്തിൻ്റെ പ്രകാശം ചിത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ സ്വരൂപമാണ്. പുറത്തു നിന്ന് അതിൽ പതിച്ച ഒരു പ്രകാശമല്ല, മറ്റൊരു പ്രകാശ സ്രോതസ്സിൽ നിന്നും ചിത്തിൽ പ്രതിഫലിക്കുന്ന പ്രകാശമല്ല, ചിത്തിൻ്റെ തന്നെ പ്രകാശമാണ് ചിത്തിൽ ജഗത്തെന്ന ഭ്രമം ഉണ്ടാക്കി തീർക്കുന്നത്. തദിദം ഭാതി തസ്യൈവ. ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും ചിത്ത് തന്നെ. അങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. ജീവന്മാരാണ് ജഗത്തിനെ അനുഭവിക്കുന്നത് എന്നല്ലേ പറഞ്ഞത്. ആരാണ് ഈ ജീവന്മാർ? ചിദംശങ്ങളാണ് ഈ ജീവന്മാർ. അപ്പോൾ ജീവൻ ജഗത്തിനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാലും ആ ജീവന്മാർ ചിദംശങ്ങളായതുകൊണ്ട് ചിത്ത് തന്നെയാണ് പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ജീവൻ ചിത്തിൻ്റെ ഒരു നിഴലാണ്. ബുദ്ധി എന്ന ഉപാധിയിൽ ചിത്ത് പ്രതിബിംബിക്കുമ്പോൾ അത് ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ജീവനാണ് പ്രപഞ്ചാനുഭവം. അതുകൊണ്ട് പ്രപഞ്ചമായി കാണപ്പെടുന്നതും ചിത്ത് തന്നെ. ആ ഭ്രമരൂപമായ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നതും ചിത്ത് തന്നെ. ജീവരൂപത്തിലാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. ബ്രഹ്മം ബ്രഹ്മമായിരിക്കെ
പ്രപഞ്ചാനുഭവം സാധ്യമല്ല. കാരണം ദ്വൈതത്തെ അംഗീകരിക്കാത്തതാണ് ഈ ബ്രഹ്മതത്വം. എന്നാൽ അത് ജീവഭാവമായി പ്രകടമാകുമ്പോൾ ആ ജീവന് പ്രപഞ്ചാനുഭവം സാധ്യമാകുന്നു. തദിദം ഭാതി തസ്യൈവ ജഗതിത്യുദിതം വപുഹു. ജഗത്ത് എന്ന പോലെ കാണപ്പെടുന്നത് ചിത്ത് തന്നെയാണ്. ഇതേ കാര്യത്തെ തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. ചിദാകാശ കചനാധീന കചനത്വാദപി സ്വപ്നസാമ്യം ഇത്യാശയേനാഹ. ചിദാകാശത്തിൻ്റെ കചനം, പ്രകാശം, വെട്ടിത്തിളക്കം, അതിനധീനമാണ് നാമരൂപ പ്രകടനം, നാമരൂപങ്ങളായി പ്രകാശിക്കുന്നത്. ആ അർത്ഥത്തിൽ ചിത്തിലെ ഒരു സ്വപ്നം പോലെയാണ് ഈ പ്രപഞ്ചം. ചിത്ത് തൻ്റെ സ്വരൂപത്തെ കൈവിടാതെ തന്നെ നാമരൂപങ്ങളായി കാണപ്പെടുന്നു. ഏതുപോലെ? സ്വപ്നദ്രഷ്ടാവിന് ഒരു വ്യത്യാസവും സംഭവിക്കാതെ സ്വപ്നത്തിൽ പല കാഴ്ചകളെയും കാണുന്നില്ലേ? അതുപോലെ ഒരു സ്വപ്നം പോലെയാണ് ചിത്തിൽ ഈ പ്രപഞ്ചം. യഥാഭാവസ്യ ഭാവത്വം യഥാ ശൂന്യസ്യ ശൂന്യത ആകാരിണോ യഥാകാരസ്തഥാ ചിന്നഭസോ ജഗത്. ചിത്തിനും ജഗത്തിനും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടെ വ്യക്തമാക്കാമോ? എന്താണ് ഈ ചിത്തിനും ജഗത്തിനും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ തികച്ചും വിഭിന്നങ്ങളാണോ ഇവ? ബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് ചിത്തിനും പ്രപഞ്ചത്തിനും തമ്മിലുള്ളത്? പറയാം. യഥാഭാവസ്യ ഭാവത്വം. ഉള്ള ഒന്നിൻ്റെ ഉണ്മ അതിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നില്ലയോ? ഉള്ളത് തന്നെയാണ് ഉണ്മയായി പ്രകാശിക്കുന്നത്. ആ ഭാവത്തിന് അതിൻ്റെ ഭാവത്വം എങ്ങനെയോ, യഥാ ശൂന്യസ്യ ശൂന്യത. ശൂന്യത്തിന് അതിൻ്റെ ശൂന്യത എന്നുള്ള സ്വഭാവം എങ്ങനെയോ. ശൂന്യം വേറെ ശൂന്യത വേറെ എന്ന് പറയാൻ പറ്റുമോ? സാധ്യമല്ല. ദ്രവവും ദ്രവസ്വഭാവമായ ദ്രവത്വവും ഖരവും ഖരസ്വഭാവമായ ഖരത്വവും വാതകവും വാതകം എന്നുള്ള നിലയും എന്താ വ്യത്യാസം? എല്ലാം ഒന്ന് തന്നെ. ഒരു വസ്തുവും അതിൻ്റെ സ്വഭാവവും വേർപിരിക്കാൻ പറ്റാത്തവയാണ്. സ്വഭാവം തന്നെയാണ് വസ്തുവായി കാണപ്പെടുന്നത്. വസ്തുവിന് സ്വഭാവമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. അഗ്നിയുടെ സ്വഭാവമാണ് ചൂടും പ്രകാശവും. അഗ്നിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ചൂടും പ്രകാശവും ഇല്ലാത്ത അഗ്നിയെ ഒന്ന് കാണിച്ചു തരും നോക്കട്ടെ. സാധ്യമല്ല. അപ്പോൾ ഒരു വസ്തുവിനെ അതായി നിലനിർത്തുന്നത് അതിൻ്റെ സ്വഭാവമാണ്. ഇതുപോലെ ചിത്തിൻ്റെ സ്വഭാവമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്നും ഈ പരമാത്മാവ് പ്രപഞ്ചമായി മാത്രമേ കാണപ്പെട്ടിട്ടുള്ളൂ. ആർക്ക് എന്നുള്ള ചോദ്യമാണ് പ്രസക്തം. ചിത്തിനല്ല, ചിദംശങ്ങളായ ജീവന്മാർക്ക് ഈ പ്രപഞ്ചം എന്നും ഉള്ളതായി തന്നെ അനുഭവപ്പെടുന്നു. പ്രപഞ്ചാനുഭവം ഇല്ലാതാവുന്നത് അതും ഒരു തരത്തിലുള്ള ചിത്തിൻ്റെ പ്രകടനമാണ്. ഉള്ളിലുള്ള ഈശ്വരൻ ജീവൻ്റെ മനസ്സ്, ബുദ്ധി തുടങ്ങിയവയെ അല്ലെങ്കിൽ അന്തഃകരണത്തെ ഇരുന്നു കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുമ്പോഴാണ് ജീവന്മാർ ഉറങ്ങുന്നത്. അദ്ദേഹം വീണ്ടും ആ അന്തഃകരണത്തെ പുറത്തേക്ക് പറഞ്ഞയക്കുമ്പോഴാണ് ജീവന്മാർ ഉണരുന്നത്. ഇപ്പോൾ ഈ ഉറക്കം, ജാഗ്രത എന്ന അവസ്ഥകൾ പോലും ചിത്തിന് അധീനമാണ്, ഭഗവാൻ അധീനമാണ്. ശൂന്യതയുടെ ശൂന്യത എന്നുള്ള സ്വഭാവം അതിൽ നിന്ന് വിഭിന്നമല്ല. അതുപോലെ ഉള്ള ഒന്നിന് അതിൻ്റെ ഉണ്മ എന്നുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ആകാരിണോ യഥാകാര. രൂപമുള്ളവയുടെ രൂപം എന്ന ഗുണം ആ വസ്തുവിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് പറഞ്ഞാൽ ഇവയൊക്കെ അഭേദങ്ങളാണ് എന്നർത്ഥം. വേറെ വേറെ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ചിന്നഭസോ ജഗത്.
ചിദാകാശത്തിൽ നിന്ന് വേറിട്ടതല്ല ഈ പ്രപഞ്ചം. പ്രപഞ്ചമെന്ന് പറഞ്ഞാൽ പ്രപഞ്ച നാമരൂപങ്ങൾ, സചേതനങ്ങളും അചേതനങ്ങളുമായ എല്ലാം പ്രപഞ്ചം എന്ന വാക്കിൽ ഒതുങ്ങും. ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് ആ ചിദാകാശം തന്നെയാണ്. നിർധർമ്മകസ്യ ചിന്നഭസഃ കഥം ജഗദ്ധർമ്മകഥാ ഇതി ചേത്. യാതൊരു ഗുണവിശേഷങ്ങളും ഇല്ലാത്ത ശുദ്ധമായ തത്വമാണ് ഈ ബ്രഹ്മം. അതായത് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഗുണം ഇല്ല. അതുകൊണ്ട് അതിനെ നിർഗുണം എന്നാണ് പറയുന്നത്. പ്രപഞ്ച പദാർത്ഥങ്ങൾക്കാണ് ഗുണങ്ങളും ദോഷങ്ങളുമുള്ളത്. ഈ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നുള്ള വേർതിരിവ് മനുഷ്യരുണ്ടാക്കിയതാണ്. ഒന്നിനെ ഗുണം എന്നോ ദോഷമെന്നോ തീരുമാനിക്കുന്നത് അവനവനുമായി തട്ടിച്ചു നോക്കിയിട്ടാണ്, അല്ലേ? പഞ്ചസാര ഊർജത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ് പഞ്ചസാര. ഗ്ലൂക്കോസ് ശരീരം ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഗ്ലൂക്കോസ് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ ക്ഷീണം മാറും. അന്നജം എന്ന് പറയും, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. പഞ്ചസാര എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഘനീഭവിച്ച രൂപമാണ്. പക്ഷേ ഈ പഞ്ചസാര ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്, ഇല്ലേ? എന്തുകൊണ്ടാണ് ഈയിടയ്ക്ക് ഷുഗറിനെ കുറിച്ച് കൂടെ ഒരു പരാമർശം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അവനവനാണ് കാരണം. അവനവൻ്റെ ചിന്ത ഏതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാവും ഒരാളുടെ സംഭാഷണത്തിൽ പ്രതിഫലിക്കുക. അങ്ങനെ കൂട്ടിക്കോളൂ. അപ്പോൾ ഒന്ന് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുമായി ബന്ധപ്പെടുത്തിയാണ്. നിഷ്കൃഷ്ടമായി പറഞ്ഞാൽ ഒന്നിനെ ഗുണമെന്നോ ദോഷമെന്നോ പറയാൻ സാധ്യമല്ല. കാരണം ഇത് രണ്ടും സാപേക്ഷങ്ങളാണ്. ധർമ്മം അധർമ്മം, എവിടെയാണ് ധർമ്മം അവസാനിക്കുന്നത് അവിടെയാണ് അധർമ്മം ആരംഭിക്കുന്നത്. ധർമ്മം എവിടെ അവസാനിക്കും? ഈ ധർമ്മത്തിനും അധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ഇടയ്ക്ക് അതിർവരമ്പ് എന്തെങ്കിലും ഉണ്ടോ? ബോർഡർ, ഇന്ത്യ പാക് അതിർത്തി എന്ന് നമ്മൾ പറയുന്നത് പോലെ എവിടെയാണ് ധർമ്മം അവസാനിച്ച് അധർമ്മം തുടങ്ങുന്നത്? പറയാൻ പറ്റില്ല. അത്ര നേർത്തതാണ് അവയുടെ ഇടയിലുള്ള ഇടവെളി. കൃത്യമായി പറഞ്ഞാൽ ധർമാധർമ്മങ്ങൾ ഇല്ല. ധർമ്മമായും അധർമ്മമായും നാം കാണുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മത്തെ മനസ്സിലാക്കിയ ഒരാൾക്ക് ധർമാധർമ്മങ്ങൾ പോലും ബ്രഹ്മമാണ്. അയാൾക്ക് ധർമാധർമ്മങ്ങൾക്ക് തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ചോദ്യം, യാതൊരു ധർമ്മങ്ങളും എന്ന് പറഞ്ഞാൽ ഗുണദോഷങ്ങൾ ഒന്നുമില്ലാത്ത ചിദാകാശം എങ്ങനെയാണ് ഗുണദോഷങ്ങളോടുകൂടിയ ജഗത്ത് അല്ലെങ്കിൽ പ്രപഞ്ചമായി കാണപ്പെടുന്നത്? ഈ ചോദ്യത്തിന് എന്താണ് മറുപടി? മായിക വികൽപ്പവശാദേവ. ഇങ്ങനെ ഒന്ന് യഥാർത്ഥത്തിൽ പരിണമിക്കാതെ തന്നെ അതിൽ മറ്റു പലതും ഉണ്ട് എന്ന് തോന്നുന്നത് വികൽപ്പം കാരണമായിട്ടാണ്. വികൽപ്പം എന്ന് പറഞ്ഞാൽ വിഭ്രമം, അവിവേകം, അജ്ഞാനം, ഒന്നിനെ വേണ്ടവണ്ണം തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെയാണ് അർത്ഥം. ഈ വികൽപ്പം കാരണമായിട്ടാണ്. ഈ വികൽപ്പം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ വികൽപ്പത്തിന് കാരണം മായ എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തിയാണ്. ആ മായയാകുന്ന വികൽപ്പം കാരണമായിട്ടാണ് ബ്രഹ്മം പ്രപഞ്ചം എന്ന പോലെ കാണപ്പെടുന്നത്. മായിക വികൽപ്പവശാദേവേതി ദൃഷ്ടാന്തൈരുപപാദയന്നാഹ. അനേകം ഉദാഹരണങ്ങളിലൂടെ മായയാണ് ഭേദങ്ങൾക്ക് കാരണം എന്ന് പറയുകയാണ്. ആകാരിണഃ മൂർത്തസ്യ. മൂർത്തം എന്ന് പറഞ്ഞാൽ രൂപത്തോട് കൂടിയത്, ആകൃതിയോട് കൂടിയത്. ആകൃതിയോട് കൂടിയവയ്ക്ക് എങ്ങനെയാണോ ആകൃതി സ്വന്തമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആകൃതിയുള്ളവയിൽ നിന്നും എങ്ങനെയാണോ ഭിന്നമല്ലാതിരിക്കുന്നത്,
അതുപോലെ ശൂന്യതയിൽ നിന്ന് ശൂന്യത എന്നുള്ള സ്വഭാവം എങ്ങനെയാണോ വിഭിന്നമല്ലാതിരിക്കുന്നത്, ഉള്ളവയ്ക്ക് ഉണ്മ എങ്ങനെയാണോ അവയിൽ നിന്ന് അഭിന്നമായിരിക്കുന്നത്, ഇതുപോലെ ചിദാകാശത്തിൽ നിന്ന് അഭിന്നമാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ചിത്തിനും പ്രപഞ്ചത്തിനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത്, തിന്നുന്നത്, കൈകാര്യം ചെയ്യുന്നത് ചിത്തിനെയാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇരിക്കുന്നത് ബ്രഹ്മത്തിലാണ്, ഞാൻ നടക്കുന്നതും ബ്രഹ്മത്തിലാണ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന വ്യക്തി ബ്രഹ്മമാണ്, എൻ്റെ ശരീരത്തിൽ രോഗങ്ങളായി പ്രകടമാകുന്നതും ബ്രഹ്മമാണ്, എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം ബ്രഹ്മമാണ്, എൻ്റെ ശരീരത്തിലുള്ള അസ്ഥികൾ ബ്രഹ്മമാണ്, ബാഹ്യപ്രപഞ്ചത്തിൽ കാണുന്ന ജ്യോതിർഗോളങ്ങളും മറ്റ് ഗോളങ്ങളും എല്ലാം തന്നെ ബ്രഹ്മത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് ഒരു ജ്ഞാനിക്ക് എന്തുകൊണ്ട് പറയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം സൂക്ഷ്മമായ തലത്തിൽ എല്ലാം ബ്രഹ്മമാണ് എന്ന സത്യത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റുന്നത്. അടുത്ത പദ്യം വായിക്കാം. ഇദം വിദ്ധി ചിദാഭാസം പരമാർത്ഥഘനം ഘനം ഇത്തം സ്ഥിതം സ്വയം ഭാതം ദ്രഷ്ടൃദൃശ്യദൃഗാത്മകം. ഇദം വിദ്ധി ചിദാഭാസം, ഈ കാണുന്നത് ചിത്തിൻ്റെ തന്നെ ഒരു ശക്തിവിശേഷം കൊണ്ട് ഉണ്ടായ പ്രപഞ്ചമാണ്. ചിത് ശക്തി ചിത്തിൽ നിന്നും വേറിട്ടതല്ല. ആ ചിത്ശക്തിയായ മായയാണ് ഏകമായ ബ്രഹ്മത്തിൽ നാനാത്വഭ്രമത്തെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് ചിത്തിൻ്റെ തന്നെ ഒരു തോന്നലാണ്. ചിത്ത് തന്നെയാണ് പ്രപഞ്ച രൂപത്തിൽ കാണപ്പെടുന്നത്. പരമാർത്ഥഘനം ഘനം, ഇവിടെ നമ്മൾ കാണുന്നതൊക്കെ കട്ടിപിടിച്ച ബ്രഹ്മമാണ് എന്നാണ് പറയുന്നത്. കട്ടിപിടിച്ച ബ്രഹ്മം അല്ല, ബ്രഹ്മത്തിന് രൂപമില്ല, അത് അത്യന്ത സൂക്ഷ്മമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കട്ടിപിടിച്ച ബ്രഹ്മം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, കട്ടിയുള്ളതുപോലെ നമ്മൾ അനുഭവിക്കുന്നുണ്ടല്ലോ. കല്ലും മണ്ണും പാറയും മറ്റ് ഖരപദാർത്ഥങ്ങളെയും ഒക്കെ കട്ടിയുള്ളത് എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. ആ കട്ടി ബ്രഹ്മത്തിൽ നിന്ന് ലഭിച്ചതാണ്. അല്ലെങ്കിൽ കട്ടിപിടിച്ച ഖരപദാർത്ഥങ്ങൾ ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രകടനങ്ങളാണ്. പരമാർത്ഥ ഘനം ഘനം, ഘനമെന്ന് പറഞ്ഞാൽ സാന്ദ്രമായത്, കട്ടിപിടിച്ചത്, കല്ലുപോലെ ഇരിക്കുന്നത്, ദൃഢമായത്. ഇത്തം സ്ഥിതം സ്വയം ഭാതം, ബ്രഹ്മം ബ്രഹ്മമായിരിക്കവേ തന്നെയാണ് അത് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. തനിയെ അത് പ്രപഞ്ച ഭാവം കൈക്കൊള്ളുന്നു, പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നു. ഈ പ്രപഞ്ചത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്താണ്? ദ്രഷ്ട, ദൃശ്യം, ദൃക്ക്. ദ്രഷ്ട കാണുന്നവൻ, ദൃശ്യം കാണപ്പെടുന്നത് അല്ലെങ്കിൽ കാഴ്ച. ദൃക്ക് എന്ന് പറഞ്ഞാൽ കാണാൻ ഉപയോഗിക്കുന്നത്, കാണാൻ ഉപകരിക്കുന്നത്, കണ്ണ് എന്നർത്ഥം. ഇപ്പോൾ കണ്ണായി കാണപ്പെടുന്നതും കണ്ണിലൂടെ കാണുന്നവനായി കാണപ്പെടുന്നതും കാണപ്പെടുന്ന വസ്തുക്കളായി കാണപ്പെടുന്നതും ഒരേ ബ്രഹ്മമാണ്. ബ്രഹ്മമല്ലാതെ ദ്രഷ്ടാവോ ദൃശ്യമോ ദൃക്കോ ഇല്ല. എല്ലാം അതിൻ്റെ പ്രകടനങ്ങൾ. ഘനം സൈന്ധവ ഘനവദേകരസം, കട്ടിപിടിച്ചത്, സാന്ദ്രമായത് എന്നാണല്ലോ പ്രപഞ്ച പദാർത്ഥങ്ങളെ നാം കരുതിയിരിക്കുന്നത്. ഘനം എന്നുള്ളതിന് കല്ല് പോലെയുള്ളത്, ഉറച്ചത്, ഉപ്പിൻ്റെ പരല് പോലെ. ഉപ്പിൻ്റെ പരലുകളുണ്ടല്ലോ, ആ ഉപ്പ് പരൽ പോലെ ഏകരസമായതാണ് ഈ പ്രപഞ്ചം. അതായത് ഉപ്പിൻ്റെ ഏത് വശത്തിൽ നിന്നും, അതായത് ഉപ്പിൻ്റെ ഏത് ഭാഗത്തിൽ നിന്നും നമ്മൾ അല്പം പൊട്ടിച്ചെടുത്ത് വായിലിട്ടാലും ഒരേ ഉപ്പ് രസമാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതിൽ ഏറ്റക്കുറച്ചിലില്ല. ഒരു വലിയ ഉപ്പ് കട്ടിയുണ്ടെന്ന് വിചാരിക്കുക, ഒരു ഉപ്പ് കല്ല്, അതിൻ്റെ ഏതംശം രുചിച്ച് നോക്കിയാലും ഒരേ ഉപ്പ് രസമാണ് കാണപ്പെടുന്നത്. എന്തുകൊണ്ട്?
അത് ഉപ്പിൻ്റെ ഘനീഭവിച്ച ഭാവമാണ്. ഇതുപോലെ ബ്രഹ്മത്തിൻ്റെ ഘനീഭവിച്ച ഭാവമാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് അത് ഏകരസമാണ്. നിങ്ങൾ എവിടെ നിന്ന് ഏത് പദാർത്ഥത്തെ എടുത്ത് വിശകലനം ചെയ്ത് നോക്കിയാലും അത് ബ്രഹ്മത്തിൻ്റെ ഘനീഭവിച്ച രൂപമാണ് എന്ന് കാണാൻ കഴിയും. പരമാർത്ഥഘനമേവ മായായാം ചിദാഭാസം ഇത്തം ത്രിപുടീഭൂയ സ്ഥിതം വിദ്ധി. പരമാർത്ഥമായ എന്ന് പറഞ്ഞാൽ പരമസത്യമായ സത്യം ഘനീഭവിച്ച സ്വരൂപത്തോടു കൂടിയ ബ്രഹ്മമാണ് മായയിലൂടെ ചിദാഭാസൻ അഥവാ ജീവനായും പിന്നെ ജീവൻ്റെ ദൃശ്യമായ പ്രപഞ്ചമായും ആ പ്രപഞ്ചത്തെ അനുഭവിക്കാൻ സഹായിക്കുന്ന കണ്ണ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ പ്രതിനിധിയാണ്. ഈ പഞ്ച ഇന്ദ്രിയങ്ങളും എല്ലാം ബ്രഹ്മത്തിലെ പ്രകടനങ്ങൾ തന്നെ. പ്രധാനമായും ത്രിപുടികളാണുള്ളത്. ത്രിപുടികൾ എന്ന് പറഞ്ഞാൽ മൂന്നിൻ്റെ കൂട്ടം. പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ആയുർവേദത്തിൽ മുക്കൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം എണ്ണയാണ്. അതായത് 3 പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്. 3 വേരുകളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇങ്ങനെ, ഇല്ലെങ്കിൽ 3 തരത്തിലുള്ള എണ്ണകളാവാം. 3 എണ്ണം ചേർന്നതാണ് മുക്കൂട്ട്. 3 കാലുള്ളത് മുക്കാലി. ഒരു മുക്കാലിയാണ് അജി എന്നും കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുന്നത്. അതിനെ ട്രൈപോഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. 3 കാലുണ്ട് മുക്കാലി. പണ്ട് ഈ മുക്കാലിയിൽ കെട്ടിയാണ് കള്ളന്മാർക്ക് അടി കൊടുത്തുകൊണ്ടിരുന്നത് രാജഭരണകാലത്ത്. മുക്കാലി. 4 കാലുള്ളത് നാൽക്കാലി, മൃഗങ്ങൾ എന്നർത്ഥം. നമ്മളൊക്കെ ഇരുകാലികൾ. 8 കാലുള്ളത് 8 കാലി. 6 കാലിയുണ്ട്, പക്ഷേ നമ്മൾ 6 കാലി എന്നല്ല, ഷഡ്പദം എന്നാണ് പറയുന്നത്. വണ്ട്, ഈച്ച, തേനീച്ച മുതലായ ജീവികൾ അതൊക്കെ ഷഡ്പദങ്ങളാണ്. ഇപ്പോൾ ദ്രഷ്ടാവ്, ദൃശ്യം, ദർശനം എന്ന് കൂട്ടാം, അല്ലെങ്കിൽ ദൃക്ക്, ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാമായി തീർന്നിരിക്കുന്നത് ബ്രഹ്മമാണ്. ചിദാഭാസനായും പ്രപഞ്ചമായും ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയായും തീർന്നിരിക്കുന്നത് ഒരേ ചിത്ത് തന്നെയാണ്. വസ്തുതസ്തു ദ്വയാഭാവാൻ നാഭാസിന ച ഭാസനം കിമപീതമനിർദ്ദേശ്യം സദ്വാസദ്വേദി വേത്തികഃ. വസ്തുതസ്തു ദ്വയാഭാവാത്. യഥാർത്ഥത്തിൽ സത്യം പറയുകയാണെങ്കിൽ 2 എന്നുള്ളത് ബ്രഹ്മത്തിൽ സാധ്യമല്ല. ബ്രഹ്മം എപ്പോഴും ഏകമായ സത്യമാണ്. അപ്പം അതല്ലാത്ത മറ്റൊന്ന് ഉണ്ടാവുക വയ്യ. അത് സ്വയം മറ്റൊന്നായി മാറാനുള്ള സാധ്യതയും തീരെയില്ല. അപ്പോൾ ദ്വൈതത്തെ അതിവർത്തിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ബ്രഹ്മം. അങ്ങനെയുള്ള അദ്വൈതമായ ബ്രഹ്മത്തിൽ ദ്വൈതം കാണപ്പെടുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. ബ്രഹ്മത്തെ അറിയുന്നില്ല, നാം ദ്വൈതത്തെ മാത്രമേ അറിയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഉണ്ടെന്ന് കരുതുന്ന ഈ ദ്വൈതം വാസ്തവത്തിൽ കള്ളമാണെന്ന്. ഇങ്ങനെ ഒന്നില്ല. ഒന്ന് തന്നെയാണ് നാനാത്വം എന്ന പോലെ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് ഈ നാനാത്വ ദർശനം മിഥ്യയാണ്. ഇങ്ങനെ കൂലങ്കഷമായി ആലോചിച്ച് പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വത്തെ നാം അല്പാൽപമായി ഉറപ്പിക്കണം. പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ഭാവം ദൃഢമാകാതെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. നാനാത്വ ചിന്ത ഉള്ളിൽ നിന്ന് നീങ്ങണം. ഇങ്ങനെ ദ്വൈതമായി പ്രകാശിക്കുന്നത് വാസ്തവത്തിൽ ഏകമായ ബ്രഹ്മതത്വമാണ്. നച ഭാസനം. അത് ദ്വൈതമായി പ്രകാശിക്കുന്നില്ല, അത് എപ്പോഴും അദ്വൈതമായി തന്നെയാണ് പ്രകാശിക്കുന്നത്. അതിൽ നാനാത്വത്തിൻ്റെ കറ ഇന്ന് വരെ പുരണ്ടിട്ടില്ല. മലിനമാകാത്തതാണ് ഈ ബ്രഹ്മതത്വം. അതുകൊണ്ട് ബ്രഹ്മം തന്നെ പ്രപഞ്ചനാമരൂപങ്ങളായി കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ നാനാത്വ പ്രകടനത്തിൽ ബ്രഹ്മത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മുടെ തെറ്റിദ്ധാരണ, നമ്മുടെ അജ്ഞത കാരണം
ഏകമായ ആത്മതത്വത്തെ പലതെന്ന പോലെ കാണുന്നു. സ്വപ്നത്തിൽ എന്ന പോലെ. സ്വപ്നത്തിൽ യഥാർത്ഥത്തിൽ പലതുണ്ടോ? സ്വപ്നദ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. പക്ഷേ പലതുള്ളതുപോലെ അയാൾ ഭ്രമിക്കുന്നു. അതുപോലെ തന്നെയാണ് ഉണർവിലെ പ്രപഞ്ചത്തിൻ്റെയും കാര്യം. കിമപീതമനിർദ്ദേശ്യം. ആട്ടെ, ഇത്രയും അങ്ങ് വിവരിക്കുന്നു. എന്താണ് ഈ ബ്രഹ്മതത്വം? അങ്ങ് ചിത്ത്, ബോധം തുടങ്ങിയ പേരുകൾ പറയുന്നുണ്ടല്ലോ. ഇതുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ഇതാണ് നമുക്കും പിടികിട്ടാത്തത്. ബാലകൃഷ്ണൻ നായർ സാറ് ബോധം എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്യത്തിലും ബോധം എന്നുള്ള വാക്ക് ആവർത്തിച്ച് വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ബോധം അല്ലെങ്കിൽ ചിത്ത് എന്നതുകൊണ്ട് വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തെ പോലുള്ള സത്യദർശികളും ഉപനിഷത് ആചാര്യന്മാരും എന്തിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്തോ ഒന്നാണ് എന്ന വിചാരത്തോടു കൂടിയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ എന്തോ ഒന്നല്ല, അതാണ് എല്ലാം. അതാണ് എല്ലാം. ഈ കാണുന്ന എല്ലാമായി തീർന്നിരിക്കുന്ന ഒന്നാണത്. അതിനെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇതാണ് ബ്രഹ്മം എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. കാരണം എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുക, ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക? ഈ പ്രപഞ്ചത്തിൽ എന്തെന്തുണ്ടോ അതെല്ലാം ബ്രഹ്മത്തിൻ്റെ പ്രകടനങ്ങളാണ്. അതുകൊണ്ട് അതിനെ ഒരു പ്രത്യേക വ്യക്തി എന്ന പോലെയോ വസ്തു എന്ന പോലെയോ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതിനെയാണ് ഉപനിഷത്തുകളിൽ അനിർദ്ദേശ്യം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു പേരാണ് അനിർദ്ദേശ്യ വപുഹു. അനിർദ്ദേശ്യ വപു ശ്രീമാനമേയാത്മാ മഹാദ്രിധൃഗ് മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സതാം ഗതിഹി. ഇവിടെ ആർഷവേദിയിൽ ചൊല്ലുന്ന ഒന്നല്ലേ ഇത്, ഈ വിഷ്ണു സഹസ്രനാമം അല്ലേ, ചൊല്ലാറില്ലേ? അനിർദ്ദേശ്യ വപുഹു. ഭഗവാന്റെ ശരീരം എന്താണെന്ന് നമുക്ക് നിഷ്കൃഷ്ടമായി നിർവചിക്കാൻ പറ്റില്ല. കാരണം ഈ പ്രപഞ്ചത്തിൽ എന്തെന്തുണ്ടോ അതെല്ലാം വിഷ്ണുവിൻ്റെ ശരീരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സർവവ്യാപിയാണ് എന്നർത്ഥം. അനിർദ്ദേശ്യം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കാൻ കഴിയാത്തത്, ഒന്നിൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നിർണയിക്കാൻ പറ്റില്ല. നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുക എന്നർത്ഥം. അങ്ങനെ ബ്രഹ്മത്തെ ഇതാണ് ബ്രഹ്മം എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഏതിനെ ചൂണ്ടിക്കാണിച്ചാലും അത് ബ്രഹ്മമാണ്. അപ്പോൾ പിന്നെ ഈ ബ്രഹ്മത്തെ എങ്ങനെയാണ് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കുക? വലിയ പ്രയാസമാണ്. അതുകൊണ്ട് കിമപി ഇതം അനിർദ്ദേശ്യം. രാമ, ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത എന്തോ ഒന്നാണ് ഈ ബ്രഹ്മം. പക്ഷേ അത് തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും ഞാൻ എന്ന ജീവഭാവമായി വളരെ വ്യക്തമായി പ്രകടമാകുന്നത്. അപ്പോൾ അതിൽ എന്ത് അവ്യക്തതയാണുള്ളത്? ഞാനുണ്ട് എന്നുള്ളത് സാർവജനീനമായ ഒരനുഭവമാണ്, സകലർക്കുമുണ്ട്. പക്ഷി മൃഗാദികൾക്ക് പോലും ഞാനെന്ന അനുഭവമുണ്ട്. ഇല്ല എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പട്ടിയിലും പൂച്ചയിലും കുരങ്ങിലും ഉറുമ്പിലും എട്ടുകാലിയിലും എല്ലാം ഞാൻ എന്ന ഭാവം വളരെ വ്യക്തമായി പ്രകടമാകുന്നുണ്ട്. നമ്മളറിയുന്നില്ല. നമ്മുടെ വിചാരം മനുഷ്യരുടെ ഉള്ളിൽ മാത്രമേ ഈ ഞാൻ എന്നുള്ള ഭാവം ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ഞാൻ എന്ന ഭാവം ഇല്ലാതെ ജീവന് പ്രകടമാകാൻ പറ്റില്ല. ജീവഭാവം എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവത്തോടു കൂടി ബ്രഹ്മം പ്രകടമാകുന്നതാണ്. അതുകൊണ്ട് സകല ജീവികളുടെയും ഉള്ളിൽ ഞാനുണ്ട്. എന്തിന്? വൃക്ഷലതാദികളിൽ പോലും ഞാൻ എന്ന അനുഭവമുണ്ട്. പക്ഷേ അത് ജീവികളിൽ കാണുന്നത് പോലെ അത്ര വ്യക്തമായ ഒരു അനുഭവമല്ല. അത് ലയിച്ചു കിടക്കുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് ഈ മരങ്ങളും ചെടികളുമൊക്കെ ജീവനുള്ളവയാണ്. അവയെ
അനാവശ്യമായി വെട്ടി നശിപ്പിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. പ്രകൃതിയെ, മരങ്ങളെ, ചെടികളെ, ഇതിനെയൊന്നും നാം നശിപ്പിക്കരുത്. കാരണം അതൊക്കെ ജീവൻ്റെ പ്രകടനങ്ങളാണ്. പക്ഷെ ആ ജീവഭാവം വ്യക്തമായി ജീവജാലങ്ങളിൽ പ്രകടമാകുന്നത് പോലെ, അതായത് പക്ഷി, മൃഗാദികൾ, മനുഷ്യർ തുടങ്ങിയവരിൽ പ്രകടമാകുന്നത് പോലെയുള്ള ഒരു ഞാനല്ല വൃക്ഷങ്ങളിലും വള്ളികളിലും ചെടികളിലും പ്രകടമാകുന്നത്. പക്ഷേ അവയുടെ ഉള്ളിലും ഞാനുണ്ട്. ആ ഞാനിനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പാപകർമ്മമാണ്. വൃക്ഷങ്ങളെ മുറിച്ചാൽ നമുക്ക് പാപം വന്നു ചേരും എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു. എന്തുകൊണ്ട്? അതൊരു ജീവനാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതമാണ് എന്നർത്ഥം. ആ വൃക്ഷ ശരീരത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ചെടി, പുല്ല്, ലതകൾ, ഇവയുടെ ഈ ശരീരങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ട്. സസ്യങ്ങൾ വളരുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു, മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നു. ഇതൊക്കെ ജഡപദാർത്ഥത്തിന് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവയിലെല്ലാം ചൈതന്യം ഉണ്ട്. ആ ചൈതന്യത്തിൻ്റെ പ്രകടനമാണ് ജീവൻ എന്ന് പറയുന്നത്. കിമപീതമനിർദ്ദേശ്യം. ഈ ബ്രഹ്മമെന്ന് പറയുന്നത് എന്താണ് എന്ന് നിഷ്കൃഷ്ടമായി പറയാൻ പറ്റില്ല, വ്യക്തമായി അതിനെ വിവരിക്കാൻ പറ്റില്ല. പക്ഷേ അത് എന്തോ ഒന്നാണ്. ഇന്നതാണെന്ന് പറയാൻ കഴിയാത്ത എന്തോ ഒന്നാണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. അത്ര മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. എന്നാൽ എല്ലാമായി തീർന്നിരിക്കുന്നത് ഈ ഒന്നാണ്. കിമപീതമനിർദ്ദേശ്യം. അതിനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ വിവരിക്കാൻ, വർണ്ണിക്കാൻ സാധ്യമല്ല. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആരറിയുന്നു? ഇതാണ് വസിഷ്ഠ മഹർഷിയുടെ ഉപസംഹാരം. അത് ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ആർക്ക് തീരുമാനിക്കാൻ കഴിയും? അല്ല, അത് ഉള്ളതാണ്, അത് സത്താണ്, അതുമാത്രമേ ഉള്ളൂ എന്ന് വേദാന്തം തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് വസിഷ്ഠ മഹർഷി അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആർക്ക് തീരുമാനിക്കാൻ കഴിയും എന്ന് ചോദിക്കുന്നത്? എന്ന് ചോദിച്ചാൽ അത് ഉള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിനെ വ്യക്തമായി സാക്ഷാത്കരിച്ചവരാണ് മഹർഷിമാർ, തത്വദർശികൾ. വസിഷ്ഠ മഹർഷി അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആരറിയുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അതിനെ ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ ആര് തീരുമാനിക്കും? ഒന്നിനെ ഉള്ളതാണെന്നോ ഇല്ലാത്തതാണെന്നോ തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ ഉള്ളിൽ വ്യാപിച്ച് നിൽക്കുന്ന ഏതുള്ളത് കൊണ്ടാണോ ബുദ്ധി പ്രവർത്തിക്കുന്നത്, ബുദ്ധിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നത്, ആ പരമസത്യത്തെ ബുദ്ധി ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ എങ്ങനെ തീരുമാനിക്കും? അത് ബുദ്ധിയുടെ പരിധിയിൽപ്പെടുന്ന ഒന്നല്ല എന്നതാണ് വസിഷ്ഠ മഹർഷി മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഒന്നിനെ ഇത് ഇന്നതാണ്, ഇതുണ്ട്, ഇല്ല. ഈ ഉണ്ട് ഇല്ല എന്നുള്ള തീരുമാനങ്ങൾ ബുദ്ധി എടുക്കുന്നവയാണ്. ബുദ്ധിയാണ് അത് തീരുമാനിക്കുന്നത്, ഒന്നിനെ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ. ഇപ്പം ഈ ബ്രഹ്മത്തെ ഉണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കാൻ ബുദ്ധിക്ക് സാധ്യമല്ല. കാരണം അത് ബുദ്ധിയെ അതിവർത്തിച്ച് നിൽക്കുന്ന, അതിക്രമിച്ച് നിൽക്കുന്ന സത്യമാണ്. ഏതുള്ളത് കൊണ്ട് ബുദ്ധിക്ക് ഒന്ന് ഉണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കാൻ കഴിയുന്നുവോ, ആ കാരണവസ്തുവിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ തീരുമാനിക്കാൻ ഈ ബുദ്ധിക്ക് എങ്ങനെ കഴിയും? അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയുടെ പരിധിയിൽ പെടുന്ന ഒന്നല്ല. അങ്ങനെയുള്ള ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ ആർക്ക് പറയാൻ കഴിയും? പക്ഷേ അത് ഉണ്മസ്വരൂപമായിട്ടുള്ളതാണ്. അതുമാത്രമേ ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട എന്ന് വസിഷ്ഠ മഹർഷി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. സർഗമല്ല, അദ്ദേഹത്തിൻ്റെ രാമൻ്റെ ചോദ്യത്തിനുള്ള ആ ഉത്തരത്തെ തൽക്കാലം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചതിൻ്റെ വ്യാഖ്യാനം കൂടെ വായിക്കാം. മായാത്യാഗേതു ദ്വയാഭാവാത്
സദ്വാ അസദ്വേതി കോ വേത്തി. മായയുള്ളപ്പോഴാണ് നാനാത്വം സത്യമെന്ന പോലെ അനുഭവപ്പെടുന്നത്. പലത് സത്യം എന്നുള്ള അനുഭവം മായയിൽ പെട്ടിരിക്കുമ്പോഴാണ്. മായ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, മായയുടെ പ്രവർത്തനം നിലച്ചാൽ എന്ന് പറഞ്ഞാൽ, മായയെ നാം അതിവർത്തിച്ചാൽ ദ്വൈതം നഷ്ടമാകും. ഈ ദ്വൈതം ഇല്ലെങ്കിൽ ഒന്നിനെ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ എങ്ങനെ തീരുമാനിക്കും? ഉണ്ട് ഇല്ല എന്നുള്ള ഭാവം പോലും മായയുടെ ഉള്ളിലാണ്. മായയുടെ തലമാണ് ഉണ്ട് ഇല്ല. കാരണം ഈ ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം നമുക്കുണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. നമ്മളാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയാണല്ലോ തീരുമാനിക്കുന്നത് ഒന്നുണ്ട് വേറൊന്നില്ല. ഈ ഉണ്ട് ഇല്ല എന്നുള്ള തീരുമാനം പോലും മായയുടെ മണ്ഡലത്തിലായതുകൊണ്ട് മായയ്ക്ക് അതീതമായി നിൽക്കുന്ന ബ്രഹ്മത്തെ ഉണ്ടെന്നോ ഇല്ലെന്നോ ആർക്ക് തീരുമാനിക്കാൻ കഴിയും? അങ്ങനെ ആരാലും തീരുമാനിക്കാൻ പെടാത്തതായിട്ട് അതുണ്ട്. അതുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പക്ഷേ അതിനെ ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യബുദ്ധിയല്ല. അതിൻ്റെ ഉണ്മയെ തീരുമാനിക്കുന്നത് അതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഉണ്മയെ തീരുമാനിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞാൽ അത് സ്വയം പ്രകാശകമാണ്. അതുണ്ടെന്ന് അതിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അത് അറിയുന്നു. അതുണ്ട് എന്നുള്ള അറിവ് മനുഷ്യന് ലഭിക്കുന്നതും അതിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവാന്റെ പരമമായ അനുഗ്രഹമാണ് ഒരാളുടെ ഉള്ളിൽ ജ്ഞാനമായി പ്രകാശിക്കുന്നത്. അതുള്ളത് കൊണ്ടാണ് എല്ലാം ഉള്ളതായി തീരുന്നത്. അങ്ങനെയുള്ള ഒന്നിനെ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്ക് തീരുമാനിക്കാൻ കഴിയും? നിങ്ങൾ തീരുമാനിക്കേണ്ട, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണ്ട അതിന് ഉണ്മ ഉണ്ടാകാൻ. അത് യഥാർത്ഥത്തിൽ ഉണ്മ സ്വരൂപമായിട്ടുള്ളതാണ്, സത്ത് സ്വരൂപമായിട്ടുള്ളതാണ്. അതുണ്ട് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബുദ്ധിയല്ല, മനുഷ്യ ബുദ്ധിയല്ല. ബുദ്ധിയെയും നാം അതിവർത്തിക്കുമ്പോൾ അത് സ്വയം പ്രകാശിക്കുന്നു. അതിൻ്റെ ഉണ്മയെ അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതിനെ നാം അറിഞ്ഞു എന്നെങ്ങനെ പറയാൻ പറ്റും? അതിനെ അറിയിച്ചു തരുമ്പോൾ, നമുക്കറിയിച്ചു തരുമ്പോൾ, ഞാൻ എൻ്റെ കേമത്തം കൊണ്ട് അതിനെ അറിഞ്ഞു എന്നെങ്ങനെ പറയാൻ പറ്റും? ഒരർത്ഥത്തിൽ ബ്രഹ്മം അറിയപ്പെടാത്തതാണ്. അറിയപ്പെടാത്ത നിറപൊരുളെ എന്നാണ് ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയുന്നത്. അത് ആരാലും അറിയപ്പെടാത്തതായി തന്നെ ഇന്നും നിലകൊള്ളുന്നു. അപ്പോൾ പിന്നെ ബ്രഹ്മത്തെ അറിയണം, ബ്രഹ്മജ്ഞാനം നേടണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ബുദ്ധി കൊണ്ട് അറിയപ്പെടേണ്ട ഒന്നല്ല, അതിൻ്റെ അനുഗ്രഹം കൊണ്ട് അതിനെ അറിയണം. നമ്മൾ തീരുമാനിക്കുകയല്ല ബ്രഹ്മമുണ്ടെന്ന്. അതിൻ്റെ ഉണ്മയെ അത് വെളിപ്പെടുത്തി തരുന്നു. അപ്പോൾ അത് ഉള്ളതായി നാം അറിയുന്നു. അതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനും ഉണ്മ പകരുന്നത്, എല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്നത് ഈ ആത്മാവാണ്. അങ്ങനെയുള്ള ഒന്നിൻ്റെ അസ്തിത്വത്തെ നമുക്ക് എങ്ങനെ സംശയിക്കാൻ കഴിയും? എല്ലാറ്റിനും ഉണ്മ പകരുന്ന ഒന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്തിന് സംശയിക്കണം? അതുകൊണ്ട് അത് ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഉണ്മയെ മനുഷ്യബുദ്ധിയല്ല തീരുമാനിക്കുന്നത്. അത് ജ്ഞാനസ്വരൂപമായതുകൊണ്ട്, അതിൻ്റെ ഉണ്മയെ അത് സ്വയം അറിയുന്നത് കൊണ്ട് അത് ഉള്ളതായിത്തീരുന്നു. നമ്മുടെ അംഗീകാരമോ നമ്മുടെ സമ്മതമോ അതിന് ആവശ്യമില്ല. അങ്ങനെ മായയെ പരിത്യജിക്കുമ്പോൾ ദ്വൈതം തന്നെ അപ്രത്യക്ഷമാകുന്നത് കൊണ്ട് അത് സത്താണോ അസത്താണോ എന്ന് ആരറിയും? ആർക്ക് പറയാൻ കഴിയും? ആര് തീരുമാനിക്കും? ബാധിതസ്യ വിമർശായോഗ്യത്വാത് ഇതി ഭാവഃ. ഒന്ന് ബാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ മിഥ്യാത്വം മനസ്സിലാവുക എന്നാണ് അർത്ഥം. ബ്രഹ്മജ്ഞാനം നേടിയ ഒരു വ്യക്തി
പ്രപഞ്ചത്തെ പിന്നീട് സത്യമായി കരുതുന്നേയില്ല. അയാളുടെ കാഴ്ചയിൽ ഈ പ്രപഞ്ചം ഇല്ലാത്ത ഒന്നായി മാറുന്നു. ബ്രഹ്മമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നാമരൂപങ്ങളായി കാണുന്നത്. ഈ നാമരൂപങ്ങളെ ഉണ്ടെന്നോ ഇല്ലെന്നോ അദ്ദേഹത്തിന് തീരുമാനിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങളായി കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മം ഉള്ളതാണ്. അതുകൊണ്ട് നാമരൂപങ്ങൾ ഉണ്ട് എന്ന് കരുതാമോ എന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങൾ ബ്രഹ്മത്തിൽ പ്രകടമാകുന്നത് മായയിലൂടെയാണ്. മായ പ്രവർത്തിക്കാതിരുന്നാൽ നാമരൂപങ്ങളില്ല. അങ്ങനെയുള്ള നാമരൂപങ്ങളെ എങ്ങനെ ഉള്ളവയായി കരുതാൻ പറ്റും? ഇപ്പോൾ ഈ നാമരൂപങ്ങളെ നാം എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്? നാമരൂപങ്ങൾ സത്യമെന്ന് തീരുമാനിക്കണോ, അല്ലെങ്കിൽ അവ ഇല്ലെന്ന് തീരുമാനിക്കണോ എന്ന് ചോദിച്ചാൽ, നാമരൂപങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടില്ല. ബ്രഹ്മത്തിൽ നാമരൂപങ്ങൾ കാണപ്പെടുന്നു. ബ്രഹ്മത്തെ നീക്കിയാൽ നാമരൂപങ്ങൾക്ക് നിലനിൽപ്പില്ല. എന്നാൽ ആ ബ്രഹ്മമാണ് അനന്തകോടി നാമരൂപങ്ങളായി പ്രകടമാകുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല, ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ അനിർവചനീയം എന്നാണ് വേദാന്തികൾ പറയുന്നത്. ശങ്കരാചാര്യസ്വാമികൾ ജഗത്തിനെ മിഥ്യ എന്ന് പറഞ്ഞാലും ആ മിഥ്യ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അധിഷ്ഠാനത്തെ അറിയാതിരിക്കുമ്പോൾ സത്യമെന്ന പോലെയും അധിഷ്ഠാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതായും കാണപ്പെടുന്നത് ഏതോ അതാണ് മിഥ്യ. അതായത് മായയിൽ കുടുങ്ങിയിരിക്കുന്നവർ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നു. ആത്മാവിനെ കണ്ടെത്തിയവർ പ്രപഞ്ചം ഇല്ല എന്നറിയുന്നു. പ്രപഞ്ചമായി കാണപ്പെടുന്നത് ബ്രഹ്മമാണെന്നറിയുന്നു. ഇങ്ങനെ അജ്ഞാനികൾക്ക് ഉള്ളതുപോലെയും ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ തികച്ചും ഇല്ലാത്തതായും അനുഭവപ്പെടുന്ന ഒന്നിനെ എങ്ങനെയാണ് സത്യമെന്നോ അസത്യമെന്നോ തീരുമാനിക്കുക? അതുകൊണ്ട് ഇത് സത്യം അസത്യം എന്നുള്ള രണ്ട് വാക്കുകളുടെയും പരിധിയിൽ പെടുന്നതല്ല. കാരണം ഒരാൾക്കിത് സത്യം, മറ്റൊരാൾക്കിത് കള്ളം. അതുകൊണ്ട് ഇതിൻ്റെ സ്വരൂപം അനിർവചനീയമാണ്, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇങ്ങനെ രാമൻ്റെ ചോദ്യത്തിന് വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചു. ബാധിതസ്യ വിമർശ അയോഗ്യത്വാത്. ബാധിക്കപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് ബോധ്യപ്പെട്ട ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ നമ്മൾ എന്തിനു തീരുമാനിക്കണം? ഇല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ജ്ഞാനിക്ക് പ്രപഞ്ചത്തിൻ്റെ ഇല്ലായ്മ ബോധ്യപ്പെട്ടു. കാരണം പ്രപഞ്ചം എന്ന ഒന്ന് വേറിട്ടില്ല, ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് സുവ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ പ്രപഞ്ചം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അദ്ദേഹം എന്തിന് ചിന്തിക്കണം? ബ്രഹ്മം അത് ഉണ്മസ്വരൂപമായിട്ടുള്ളതാണ്. അത് തന്നെ മായയിലൂടെ പ്രപഞ്ചം എന്ന പോലെ കാണപ്പെടുന്നു. ഇത് ബ്രഹ്മമാണ് എന്ന അറിവ് നേടിയാൽ അത് മാത്രം മതി. നിങ്ങൾ ഈ സത്യാസത്യങ്ങളെ എന്തിനാണ് വിശകലനം ചെയ്യുന്നത്? ഇതൊക്കെ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് നേടിയാൽ മതി. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ശ്രീരാമൻ്റെ ഒരു ചോദ്യം.